ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാനുള്ള നീക്കങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്ന് കിഴക്കൻ ഏഷ്യയിലേക്ക് പടരുകയാണ്. ഇറാൻ തങ്ങളുടെ സൈനിക കരുത്തിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും അമേരിക്കൻ വെല്ലുവിളികളെ പ്രതിരോധിക്കുമ്പോൾ പസഫിക് മേഖലയിൽ കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ ഉത്തര കൊറിയ നടത്തുന്ന ആയുധ പരീക്ഷണങ്ങൾ അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തുകയാണ്. ഞങ്ങൾ സജ്ജമാണ് എന്ന കൃത്യമായ സന്ദേശം ആകാശത്ത് കുറിച്ചുകൊണ്ട് അമേരിക്കയുടെ അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയെ പോലും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള കാർബൺ ഫൈബർ ബോംബുകളും ഇലക്ട്രോ മാഗ്നറ്റിക് ആയുധങ്ങളും ഉത്തര കൊറിയ പുറത്തെടുക്കുമ്പോൾ അത് വെറും ഒരു ആയുധ പ്രദർശനം മാത്രമായിട്ട് നമ്മൾ കാണരുത്. മറിച്ച് അമേരിക്കൻ ധാർഷ്ട്യത്തിന് കിം നൽകുന്ന ശക്തമായ മറുപടിയാണത്. ലോകക്രമം മാറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അമേരിക്കൻ വിരുദ്ധ ചേരിയിലെ ഏറ്റവും മൂർച്ചയുള്ള ആയുധമായി ഉത്തര കൊറിയ മാറുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ സമീപകാല ആയുധ പരീക്ഷണങ്ങൾ വെറും സൈനിക അഭ്യാസങ്ങൾ എന്നതിലുപരി ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള കൃത്യമായ നീക്കങ്ങളായിട്ട് തന്നെ വേണം നമ്മൾ വിലയിരുത്താൻ. അക്കാദമി ഓഫ് ഡിഫൻസ് സയൻസിന്റെയും മിസൈൽ അഡ്മിനിസ്ട്രേറ്റിന്റെയും നേതൃത്വത്തിൽ നടന്ന പരീക്ഷണങ്ങൾ കാണിക്കുന്നത് ഉത്തര കൊറിയ പാരമ്പര്യ യുദ്ധമുറകളിൽ നിന്ന് ആധുനികവും സാങ്കേതികവുമായി ഉയർന്നതുമായ ഹൈബ്രിഡ് യുദ്ധരീതിയിലേക്ക് മാറുന്നു എന്ന വലിയ യാഥാർത്ഥ്യമാണ്. കാർബൺ ഫൈബർ ബോംബുകൾ, ഇലക്ട്രോ മാഗ്നറ്റിക് ആയുധങ്ങൾ, ക്ലസ്റ്റർ വാർഹെഡുകൾ എന്നിവയുടെ പരീക്ഷണം കേവലം പ്രതിരോധം മാത്രമല്ല, ശത്രുരാജ്യത്തിന്റെ നട്ടെല്ലൊടിക്കാൻ ശേഷിയുള്ള നിശബ്ദ സാങ്കേതിക വിദ്യകളിലുള്ള അവരുടെ ആധിപത്യം കൂടിയാണ് വിളിച്ചോതുന്നത്. കാർബൺ ഫൈബർ ബോംബുകളുടെ പ്രസക്തി ഇവിടെ വളരെ വലുതാണ്. ഇവയെ ബ്ലാക്ക് ഔട്ട് ബോംബുകൾ എന്ന് തന്നെ വിളിക്കാം. ശത്രുരാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കുന്നതിനേക്കാൾ അവരുടെ ജീവിത സാഹചര്യങ്ങളെയും അവരുടെ സമ്പദ് വ്യവസ്ഥയും നിശ്ചലമാക്കുക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട തന്ത്രം. അതായത് ഒരു നഗരത്തിന്റെ വൈദ്യുതി ശൃംഖലയ്ക്ക് മുകളിൽ കാർബൺ നൂൽത്തണ്ടുകൾ വർഷിക്കുന്നതിലൂടെ ട്രാഫിക് സംവിധാനങ്ങൾ, അതുപോലെ അവരുടെ വാർത്താവിനിമയം, ആശുപത്രികൾ, ഇന്റർനെറ്റ് എന്നിവയെല്ലാം ഒരേ സമയം തകരാറിലാക്കാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ തന്ത്രം. അതായത് നേരിട്ടുള്ള യുദ്ധം സൃഷ്ടിക്കുന്ന അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഒരു രാജ്യത്തെ ഇരുട്ടിലാക്കാൻ കഴിയുന്ന ഇത്തരം ആയുധങ്ങൾ ഉത്തര കൊറിയയുടെ പക്കലുണ്ട് എന്നത് അമേരിക്കയെയും അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ദക്ഷിണ കൊറിയയെയും പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമതായി, ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ സാങ്കേതിക വിദ്യ തളർന്നിട്ടില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. രണ്ടാമതായി, തങ്ങളുടെ സുരക്ഷാ താല്പര്യങ്ങൾ പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല എന്ന മുന്നറിയിപ്പ് നൽകുക. ഉക്രൈൻ റഷ്യ യുദ്ധം പോലുള്ള ആഗോള പ്രതിസന്ധികൾക്കിടയിൽ ലോക ശ്രദ്ധ തങ്ങളിലേക്ക് കൂടി തിരിക്കാൻ ഈ സമയത്ത് ഉത്തര കൊറിയ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നത് വളരെ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ മാറ്റത്തെ കുറിച്ചാണ്. സൈനിക ബലത്തേക്കാൾ സാങ്കേതിക തികവിനാണ് ഇന്ന് പ്രാധാന്യമുള്ളത്, അല്ലെ? ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ആയുധങ്ങളിലൂടെയും ക്ലസ്റ്റർ ബോംബുകളിലൂടെയും ശത്രുവിന്റെ പ്രതിരോധ കവചങ്ങളെ ഭേദിക്കാനുള്ള ശേഷി ഉത്തര കൊറിയ കൈവരിക്കുന്നത് ഒരു പുതിയ ശക്തി സന്തുലനാവസ്ഥയുടെ സൂചന തന്നെയാണ് നൽകുന്നത്. ഇത് കേവലം പ്രാദേശികമായ ഒരു ഭീഷണിയായിട്ട് കാണരുത്, മറിച്ച് ഏഷ്യ പസഫിക് മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതമാക്കുന്ന ഒന്നാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ഈ പുതിയ കരുനീക്കങ്ങൾ വരും കാലങ്ങളിൽ വലിയ ചർച്ചകൾക്കും അതുപോലെ നയതന്ത്ര മാറ്റങ്ങൾക്കും വഴി തെളിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിനപ്പുറം ലോകശക്തികളുടെ പട്ടികയിൽ തങ്ങളെ തള്ളിക്കളയാനാവില്ല എന്ന പ്രഖ്യാപനമാണ് ഉത്തര കൊറിയ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പരീക്ഷിച്ച ഇലക്ട്രോ മാഗ്നറ്റിക് ആയുധം ആധുനിക സൈനിക സാങ്കേതിക വിദ്യകളെ തന്നെ വെല്ലുവിളിക്കുന്നതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ആയുധങ്ങളുടെ പരീക്ഷണം ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. കിം ഇറക്കിയത് ഒരു ഗെയിം ചേഞ്ചറെ തന്നെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. പരമ്പരാഗത യുദ്ധമുറകളിൽ വലിയ സൈനിക ശക്തികളോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതിനേക്കാൾ അവരുടെ സാങ്കേതിക മേൽക്കോയ്മയെ തന്നെ തകർക്കുക എന്ന തന്ത്രമാണ് ഇതിലൂടെ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മൈക്രോ ചിപ്പുകളിലും ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലും അധിഷ്ഠിതമായ ആധുനിക സൈനിക സംവിധാനങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ് ഇത്തരം അതിശക്തമായ ഊർജ്ജ തരംഗങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇത് തന്നെയാണ് അവരവരുടെ ഗെയിം ചേഞ്ചർ ആയിട്ട് നോക്കിക്കാണുന്നത്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് പുറപ്പെടുവിക്കുമ്പോൾ അത് നിശ്ചിത പരിധിയിലുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെയും അമിതമായ വൈദ്യുതി കടത്തിവിടുകയും അവയുടെ സർക്യൂട്ടുകൾ ഉരുകിപ്പോകാനോ തകരാറിലാക്കാനോ കാരണമാവുകയും ചെയ്യുന്നുണ്ട്.
ആധുനിക സ്റ്റെൽത്ത് വിമാനങ്ങൾ, അതുപോലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ആശയവിനിമയ ഉപഗ്രഹങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം വില കൂടിയ യുദ്ധവിമാനങ്ങൾക്കും കപ്പലുകൾക്കും അവയുടെ നിയന്ത്രണ സംവിധാനങ്ങൾ നഷ്ടമാവുകയും അവ വെറും ലോഹ കഷ്ണങ്ങളായി മാറുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുക, അതുവഴി ഭയപ്പെടുത്തുക എന്നതാണ് ഉത്തര കൊറിയയുടെ തന്ത്രം. എന്തായാലും ഉത്തര കൊറിയയെ പോലെ സാമ്പത്തികമായി ഉപരോധം നേരിടുന്ന ഒരു രാജ്യം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളുടെ ഹൈടെക് സംവിധാനങ്ങളെ നേരിടാൻ ഇത്തരം അസിമെട്രിക് യുദ്ധമുറകൾ തിരഞ്ഞെടുക്കുന്നത് മനഃപൂർവ്വം തന്നെയാണ്. വൻതോതിൽ പണം ചെലവാക്കി നൂതന വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനേക്കാൾ ലാഭകരമായി ശത്രുവിന്റെ വിമാനങ്ങളെ നിഷ്ക്രിയമാക്കാൻ അവർക്ക് ഈ സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കുക തന്നെ ചെയ്യും. ഇത് ആഗോള സൈനിക ബലതന്ത്രത്തിൽ ഉത്തര കൊറിയയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആയുധം കൂടിയാണ്. കൂടാതെ സിവിലിയൻ മേഖലകളിലും ഇതിന്റെ ആഘാതം ഭീകരമായിരിക്കും. അതായത് ബാങ്കിംഗ് സംവിധാനങ്ങൾ, ഇലക്ട്രിക് ഗ്രിഡുകൾ, ഇന്റർനെറ്റ് എന്നിവ തകരാറാകുന്നതോടെ ഒരു രാജ്യം പൂർണ്ണമായും അരാജകത്വത്തിലേക്കാണ് നീങ്ങുന്നത്. സൈനികമായ ഒരു വെടിയുണ്ട പോലും ഉപയോഗിക്കാതെ തന്നെ ഒരു രാജ്യത്തിന്റെ പ്രതിരോധം തകർക്കാൻ കഴിയുമെന്നത് ആധുനിക യുദ്ധമുഖത്ത് ഉത്തര കൊറിയയെ കൂടുതൽ അപകടകാരിയായ സാന്നിധ്യമാക്കി മാറ്റുന്നുണ്ട്. ഇത് കേവലം ഒരു ആയുധ പരീക്ഷണം മാത്രമല്ല, മറിച്ച് സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്ന പാശ്ചാത്യ ശക്തികൾക്കുള്ള വ്യക്തമായ താക്കീത് കൂടിയാണ്. എന്തായാലും ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ ആയുധ പരീക്ഷണങ്ങളെ കേവലം പ്രകോപനങ്ങളായിട്ടല്ല, മറിച്ച് അതിജീവനത്തിനായിട്ടുള്ള ഒരു വലിയ പ്രതിരോധ കവചമായിട്ടാണ് കിം ജോങ് ഉൻ കാണുന്നത്. ആഗോള രാഷ്ട്രീയത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ഇറാന് നേരെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളും അമേരിക്കയുടെ ഇടപെടലുകളും ഉത്തര കൊറിയയെ കൂടുതൽ ജാഗരൂകരാക്കുന്നുണ്ട്. ലിബിയയുടെയും ഇറാഖിന്റെയും ചരിത്രം പരിശോധിച്ചാൽ ആണവായുധങ്ങളോ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളോ ഇല്ലാത്ത രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക ഇടപെടലുകൾ എളുപ്പമായിരുന്നുവെന്ന് ഉത്തര കൊറിയ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം തങ്ങളാകുമെന്ന ഭയം കിമ്മിനെ ഇത്തരം കടുപ്പമേറിയ പരീക്ഷണങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും അമേരിക്കയുടെ സൈനിക സാങ്കേതിക വിദ്യയെ മറികടക്കാൻ തുല്യമായ സാങ്കേതിക വിദ്യ തന്നെ വേണമെന്ന് കിമ്മിന് നല്ല ബോധ്യമുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ സൂചിപ്പിച്ച കാർബൺ ഫൈബർ ബോംബുകളും അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ആയുധങ്ങളും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. പരമ്പരാഗത യുദ്ധമുറകളിൽ അമേരിക്കയെ തോൽപ്പിക്കുക പ്രായോഗികമല്ല എന്ന കൃത്യമായ ധാരണ ഉത്തര കൊറിയയ്ക്കുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ കരുത്തായ അവരുടെ ഡിജിറ്റൽ സാങ്കേതിക ശൃംഖലയെ തകർക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു പ്രതിരോധമാകുമെന്ന് ഉത്തര കൊറിയ കരുതുകയും ചെയ്യുന്നു. ഇറാന്റെ കാര്യത്തിൽ പ്രകടമാകുന്ന അമേരിക്കൻ താല്പര്യങ്ങൾ തങ്ങളിലേക്ക് നീളാതിരിക്കാൻ ഞങ്ങളെ തൊട്ടാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന സന്ദേശമാണ് ഈ ആയുധങ്ങളിലൂടെ ഉത്തര കൊറിയ ലോകത്തിനും അമേരിക്കയ്ക്കും നൽകാൻ ശ്രമിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഭരണകൂടത്തിന്റെ ആഭ്യന്തര സുരക്ഷയും ഇതിലൊരു പ്രധാന ഘടകമാണ് എന്ന വസ്തുതയാണ്. നിരന്തരമായ ഉപരോധങ്ങൾക്കിടയിലും രാജ്യം സൈനികമായി കരുത്താർജിക്കുന്നു എന്നത് ജനങ്ങൾക്കിടയിൽ കിമ്മിന്റെ അധികാരം ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറും. കൂടാതെ റഷ്യയുമായുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണം ഉത്തര കൊറിയയ്ക്ക് പുതിയ ആത്മവിശ്വാസം പകരുന്നുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയുമായിട്ടുള്ള ശത്രുത അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. റഷ്യയുടെ സാങ്കേതിക സഹായം കൂടി ലഭിക്കുന്നതോടെ അമേരിക്കൻ പസഫിക് മേഖലയിലെ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ വികസിപ്പിക്കുക എന്നത് കിമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻഗണന ഉള്ള വിഷയം തന്നെയാണ്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കിം അമേരിക്കയെ ഭയപ്പെടുത്തുകയാണ്. അതായത് ഉത്തര കൊറിയയുടെ ഈ ഒരുക്കങ്ങൾ കേവലം ആക്രമണോത്സുകതയല്ല, മറിച്ച് അമേരിക്കൻ കടന്നുകയറ്റത്തെ തടയാനുള്ള ഒരു മുൻകൂർ പ്രതിരോധമാണ്. അവർ തയ്യാറാണ് എന്ന് ലോകത്തോട് പറയുക, അതുവഴി അവരെ പ്രതിരോധിക്കുക. ഇറാന്റെ മേലുള്ള സമ്മർദ്ദം വർദ്ധിക്കുന്നത് കാണുന്ന കിം തന്റെ രാജ്യത്തിന് നേരെ അത്തരം ഒരു നീക്കം ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെ നേരിടാൻ സജ്ജമായിരിക്കണമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. സാങ്കേതികമായി ഉയർന്ന ഒരു ശത്രുവിനെ നേരിടാൻ അവരുടെ തന്നെ സാങ്കേതിക വിദ്യകളെ നിഷ്ക്രിയമാക്കുന്ന സ്മാർട്ട് യുദ്ധമുറകളിലേക്ക് ഉത്തര കൊറിയ മാറുന്നതിന്റെ പ്രധാന കാരണവും ഈ അരക്ഷിതാവസ്ഥ ഭയന്നിട്ട് തന്നെയാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക ശക്തിയെ അകറ്റി നിർത്താൻ തങ്ങളുടെ കൈവശം മാരകമായ സർപ്രൈസുകൾ ഉണ്ട് എന്ന് ഓരോ പരീക്ഷണത്തിലൂടെയും കിം ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ്, ലോകത്തോട് സംസാരിക്കുകയാണ്. അമേരിക്കയ്ക്കുള്ള പണി ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന്. എന്തായാലും അമേരിക്കയും ഉത്തര കൊറിയയും തമ്മിൽ നേരിട്ടുള്ള ഒരു പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ വളരെ കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിലപ്പോൾ സംഭവിച്ചേക്കാം, എന്നാൽ പോലും ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അത് വളരെ കുറവാണ്. ഇരുപക്ഷത്തിനും അത്തരം ഒരു യുദ്ധം വരുത്തി വെക്കാവുന്ന ആഘാതങ്ങളെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. എങ്കിലും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എപ്പോഴും
ഒരു കോൾഡ് വാറിന്റെ അവസ്ഥയെ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം. എന്നാലും നിരന്തരം കിം ആയുധങ്ങൾ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. തന്റെ അതിർത്തിയിലേക്ക് കടക്കാൻ അമേരിക്ക ഒന്ന് ചിന്തിക്കാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ പ്രതിരോധ കോട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കിം ജോങ് ഉൻ. അത് ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും കിമ്മിന്റെ ഇത്തരം പ്രവർത്തികളെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് കമന്റ് ചെയ്യുക. കിമ്മിന്റെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ കൂടുതൽ വീഡിയോകൾ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.